നമസ്കാരം. ഇന്ന് അല്പം ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മൾ പണ്ടും ഒരു 5-8 എപ്പിസോഡുകൾ ധ്യാനത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ധ്യാനത്തിൽ ചില പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നും. അങ്ങനെയാണ് വൈദ്യസംബന്ധമായ എപ്പിസോഡുകൾക്കിടയിൽ നമ്മൾ ജീവനം ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ ആണല്ലോ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. ധ്യാനം ഇന്ന് വലിയൊരു വ്യവസായമാണ്, പലരുടെയും ജീവിതമാർഗമാണ്. ഇത് വല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ഇതിനിടയിൽ യഥാർത്ഥ ധ്യാനം എന്താണ്, അത് എവിടെ കിട്ടും എന്നന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. എല്ലാ ധ്യാന രീതികളുടെയും ഉത്ഭവം വിജ്ഞാന ഭൈരവ തന്ത്ര എന്ന കാശ്മീരി വിജ്ഞാന ശാഖയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കാശ്മീരിനെ നമ്മൾ ഇത്രമാത്രം പരിപാവനമായും പുണ്യമായും ഭാരതം കരുതിപ്പോരുന്നത്. ഒരു കാരണവശാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും കാശ്മീരിനെ വിട്ടുകൊടുക്കാത്ത ഒരു ഇന്ത്യൻ മനസ്സ്, ഒരു ഭാരതീയ മനസ്സ്, ഒരു ഹിന്ദു വികാരധാര കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാശ്മീരത്തിൽ നിന്നാണ് ലോകത്തിലെ എല്ലാ ആരാധന രീതികളും രൂപപ്പെട്ടത്. യേശുക്രിസ്തു വരെ അവിടെ വന്ന് വിജ്ഞാന ഭൈരവ തന്ത്രയിലെ ചില മുറകൾ പഠിച്ചിരുന്നു എന്നാണ് ഒരു വിഭാഗം ചരിത്രാന്വേഷകർ പറയുന്നത്. അപ്പോൾ ആ ചരിത്രപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ആകട്ടെ, വിജ്ഞാന ഭൈരവ തന്ത്രയിൽ 112ഓളം ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കുകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ കൂട്ടിച്ചേർത്തോ ആണ് ഈ ലോകത്ത് എല്ലാ ആത്മീയ കേന്ദ്രങ്ങളിലും, അത് ഏത് ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എല്ലാവരും പിന്തുടരുന്നത്. മഹാഭാരതത്തിൽ ഇതിലില്ലാത്തത് മറ്റെവിടെയും കാണില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ സാധനകളെല്ലാം വിജ്ഞാന ഭൈരവ തന്ത്ര എന്ന ഒറ്റ ഗ്രന്ഥത്തിൽ, അതൊരു ഗ്രന്ഥമല്ല സത്യത്തിൽ, എങ്കിലും പറയാം, ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയ ഗതിയെ മാറ്റിമറിച്ച ഒരു വിജ്ഞാന ശാഖയാണ് വിജ്ഞാന ഭൈരവ തന്ത്ര. അതിലുള്ള എല്ലാ മുറകളും നമ്മുടെ ശ്വാസവുമായും നമ്മുടെ പ്രാണനുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ശ്വാസവും പ്രാണനും രണ്ടും രണ്ടാണെന്നതാണ് ആത്മീയ സാധകർ ആദ്യം മനസ്സിലാക്കേണ്ടത്. ശ്വാസം പോയതുകൊണ്ട് പ്രാണൻ പോകണമെന്നില്ല. പ്രാണൻ പോയാലേ ജീവൻ പോകുന്നുള്ളൂ, ജീവിതം അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ നമ്മൾ ആത്മീയ രംഗത്തേക്ക് കടന്നു വരുന്നവർ തൻ്റെ ജീവിതത്തെ ആ ഒരു രീതിയിലേക്ക് മാറ്റിമറിക്കണമെന്നാഗ്രഹിക്കുന്നവർ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ ഇന്ന് നമ്മൾ വിജ്ഞാന ഭൈരവ തന്ത്രയിലെ ആദ്യത്തെ മുറ എന്താണെന്നൊന്ന് പരിചയപ്പെടാം. യഥാർത്ഥത്തിൽ ഈ എല്ലാ മുറകളും 112 മുറകൾ എന്തിനാണ്, ഏതെങ്കിലും ഒന്ന് പോരെ എന്ന് ചോദിക്കും. ഈ ഏതെങ്കിലും ഒരു മുറ എടുത്തിട്ടാണ് പലരും ഓരോ മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മളെല്ലാം ശാരീരികമായും മാനസികമായും ജനിതകമായും ചിന്താപരമായും വിജ്ഞാനപരമായും എല്ലാം നമ്മൾ വ്യത്യസ്തരാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തരായ ആളുകൾക്ക് ഒരേ സാധനാ രീതി മതിയോ? ഫുട്ബോൾ കളിക്കുന്നവനും പാട്ടുപാടുന്നവനും ചിത്രം വരയ്ക്കുന്നവനുമെല്ലാം ഒരേ രീതിയിലുള്ള ജീവിതക്രമവും ഭക്ഷണ രീതിയും മതിയോ? ഒരു ഗുസ്തിക്കാരന് വേണ്ട ആഹാരമാണോ ഒരു പാട്ടുകാരന് വേണ്ടത്? ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജന്മനാൽ ആത്മാവ് കൊണ്ടും അല്ലെങ്കിൽ അറിവ് കൊണ്ടും ജനിതകം കൊണ്ടും ശാരീരികമായും
വസിക്കുന്ന സ്ഥലം, ശീലിച്ചു പോയ ഭക്ഷണ രീതി, ഇവയെല്ലാം കൊണ്ട് നമ്മൾ വ്യത്യസ്തരാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തരായ ആളുകൾക്ക് ഒരേ രീതിയിലുള്ള സാധന കൊടുത്താൽ അത് പലപ്പോഴും തനിക്ക് യോജിക്കാത്തതായിട്ട് വരും. മാംസം മാത്രം കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് സസ്യഭക്ഷണത്തിലേക്ക് മാറ്റുന്നത് പോലെയുള്ള ഗുരുതരമായ ഒരു കാര്യമാണിത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതി ഈ 112 എണ്ണത്തിൽ നിന്ന് ഏതാണെന്ന് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ ആത്മീയതയുടെ വിജയം. ചില ആളുകൾ കുറേ ധ്യാനം ചെയ്തിട്ടും യാതൊരു ഫലവുമില്ലാതെ പോകുന്നത് കാണാം. ചില ആളുകൾ 1-2 മാസം കൊണ്ട് വലിയ ഉയരങ്ങളിലേക്ക് എത്തുന്നതും കാണാം. ചിലർക്ക് ജീവിതത്തിൽ ചില ധ്യാനങ്ങൾ ചെയ്തിട്ട് ദുരിതങ്ങൾ വരുന്നത് കാണാം. ഇതിൻ്റെ എല്ലാം കാരണം ഒന്ന്, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രകൃതിക്ക് അനുസരിക്കാത്ത, അതിനനുസൃതമല്ലാത്ത സാധനകൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സാധന ഏതാണെന്ന് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ ആത്മീയ യാത്രയുടെ വിജയമിരിക്കുന്നത്. ഇതിന് നമ്മൾ നമ്മുടെ തന്നെ, അതൊരു ഗുരുവിന് കഴിയുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഗുരുവിനാണ് ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാൻ കഴിയുക. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഗുരുവിനെ ഉണർത്തുന്ന വിദ്യയാണ് ഷഡ്ധാര പ്രാണവിദ്യ, നമ്മളിവിടെ പരിശീലിപ്പിച്ചു വരുന്ന വിദ്യ. ഇതിൽ നിന്ന് ബാക്കിയെല്ലാം, അത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഇൻസൈറ്റ്, ബോധോദയമായിട്ട് തോന്നുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. വളരെ നിസ്സാരമാണ് ആത്മീയ സാധനയുടെ ഈ വഴി. അപ്പോൾ വിജ്ഞാനഭൈരവ തന്ത്രയിലെ ആദ്യത്തെ സാധന ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇതിലെ മിക്ക എല്ലാ സാധനകളും എന്ന് പറയാം. ഇതിലാദ്യത്തെ സാധനയിൽ നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു. ശ്വാസം അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. ഇത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, മൂക്കിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിൽ, തൊണ്ടയിൽ, നെഞ്ചിൽ എവിടെയെങ്കിലും സ്പർശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത് തുടങ്ങുക. യഥാർത്ഥത്തിൽ ശ്വാസത്തിനിടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മോട് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് അത്ര ശ്വാസത്തെ ശ്രദ്ധിക്കാതെ ആ ഗ്യാപ്പിൽ മാത്രം ശ്രദ്ധിക്കാൻ കുറച്ച് പരിശീലനം ആവശ്യമുണ്ട്. ആദ്യം ശ്വാസം അകത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക, പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ക്രമേണ അതിൽ പൂർണ്ണമായി ശ്രദ്ധ വരുമ്പോൾ നമ്മൾ അകത്തേക്ക് വന്ന് ഒരു സെക്കൻഡിൻ്റെ ഏതാനും ഭാഗം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പോവുക. അപ്പോൾ ആ ഒരു സെക്കൻഡിൻ്റെ ആ ഏതാനും ഭാഗത്തെ ആ ശൂന്യമായ അവസ്ഥയെ, അതായത് ശ്വാസം അകത്തേക്കുമില്ല പുറത്തേക്കുമില്ല എന്നുള്ള ആ ശൂന്യമായ അവസ്ഥയെ ശ്രദ്ധിക്കാൻ പരിശീലിക്കുക. ആദ്യം ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ശ്വാസത്തിൽ, ഒന്നുകിൽ ശ്വാസം അകത്തേക്ക് വരുന്നു അതിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. തൻ്റെ ശരീരത്തെ മറക്കുന്ന ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ രണ്ടിലും ശ്രദ്ധിക്കാൻ ശീലിക്കുക. അതായത് അകത്തേക്ക് വരുന്നതിലും പുറത്തേക്ക് പോകുന്നതിലും ശ്രദ്ധിക്കാൻ ശീലിക്കുക. അതിൽ പൂർണ്ണമായ ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഒരു നിമിഷാർദ്ധത്തെ ഗ്യാപ്പിൽ ശ്രദ്ധിക്കുക. ഇത് അകത്തേക്ക് വന്ന് പുറത്തേക്ക് പോകുന്നതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പുണ്ട്, അവിടെ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ പുറത്തേക്ക് പോയി പിന്നീട് അകത്തേക്ക് വലിക്കുന്നതിനിടയ്ക്കുള്ളൊരു ഗ്യാപ്പുണ്ട്, അവിടെയും ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ ആ ഗ്യാപ്പിൽ ശ്രദ്ധിക്കുകയാണ് വിജ്ഞാനഭൈരവ തന്ത്രയിലെ ആദ്യത്തെ ധ്യാന രീതിയായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാം. എൻ്റെ മുൻ എപ്പിസോഡുകളുടെ വീഡിയോകളുടെ എല്ലാം ആത്മീയ വീഡിയോകളുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാൻ ശ്രമിക്കാം. തിരഞ്ഞു നോക്കി കണ്ടുപിടിച്ച് ഇവിടെ ഇടാം. എല്ലാവർക്കും ധ്യാനത്തിലൂടെ മുന്നേറാം. തനിക്ക് അനുയോജ്യമായ ധ്യാന രീതികളെ ചെയ്യാവൂ, അല്ലാത്തവ ഒഴിവാക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത തവണ വരാം. എല്ലാവരും ഈശ്വര അനുഗ്രഹമുള്ളവരാവട്ടെ. നമസ്തേ.